അടിപൊളി പടമാണ്, ഇഷ്ടപ്പെട്ടു. നമ്മൾ 6 കൊല്ലത്തെ ഒരു കാത്തിരിപ്പായിരുന്നു ഒരു പടത്തിന് വേണ്ടിയിട്ടുള്ള. അത് ലാലാട്ടന് തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. അതിൽ ഗംഭീരം പടമാണ്, മസ്റ്റ് വാച്ച് പടമാണ്. മൊത്തത്തില് ലാലേട്ടൻ തകർത്തോ? ലാലാട്ടൻ തകർത്തു, പൃഥ്വിരാജ് തകർത്തു, നല്ലപോലെ കളിച്ചു. ഞാൻ വേറെ കാര്യം സസ്പെൻസ് വെച്ചോട്ടെ, ആ തിരിഞ്ഞിരിക്കുന്ന ആരാ? അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞങ്ങൾ പറഞ്ഞാൽ പോയില്ലേ, തിയേറ്ററിൽ പോയി കാസ്റ്റിംഗ് ആണോ? വലിയ കാസ്റ്റിംഗ് ആണോ? അതെ, അത്യാവശ്യം വലിയ കാശിങ് ആണ്. അതെ, തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഞെട്ടിക്കും, ആ തിരിഞ്ഞിരിക്കുന്ന ആൾ ഞെട്ടിക്കും. 3 പൊളിക്കും. ആഘോഷിക്കാനുള്ള പടമല്ലേ? കുറെ കാലത്തിന് ശേഷമുള്ള തിരിച്ചുവരവാണ്. ഞങ്ങൾ കണ്ടോ? എങ്ങനെ? അടിപൊളി, സൂപ്പർ, മൊത്തത്തിൽ അടിപൊളിയാണ്. കൊല്ലം ലാലേട്ടൻ കൊണ്ടുപോകും. ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം പൃഥ്വിരാജിനെ അറിയാം ലാലേട്ടൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. അതാണ് ഇവിടെ കണ്ടത്. കറക്റ്റ്, സൂപ്പർ. ലാലേട്ടൻ തിരിച്ചുവരവൊക്കെ ആയിട്ട് പിന്നെ അടിപൊളി. ലാലേട്ടന്റെ കൊല്ലത്തെ ഫസ്റ്റ് മൂവിയാണ്. അടിപൊളി, തകർത്തു. സിനിമ അടിപൊളി, എന്തും പറയുന്നത്. ഈ ആഘോഷം കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ, അടിപൊളി. സസ്പെൻസ് പൊളിക്കാൻ പറ്റില്ല. തിരിഞ്ഞിരിക്കുന്ന ആളാരായിരുന്നു? സസ്പെൻസ് അത് പടം എല്ലാവരും കാണട്ടെ, നമ്മൾ പറയാൻ പാടില്ലല്ലോ. നമ്മള് ഫാൻസുകാർ തന്നെ പറയുന്നത് ശരിയാണ്. പ്രതീക്ഷിച്ചിരുന്ന ആളൊക്കെ തന്നെയാണ്. പടം കാണട്ടെ, എല്ലാവരും പടം കാണുമ്പോൾ മനസ്സിലാവട്ടെ. മൊത്തത്തില് സിനിമയെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് മേക്കിംഗ്? സിനിമ നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പൃഥ്വിരാജിനോടാണ്. ലാലേട്ടനെ പൃഥ്വിരാജ് എങ്ങനെ അവതരിപ്പിക്കുന്നുള്ള നമുക്ക് അയാളുടെ ലൂസിഫറിലൂടെ മനസ്സിലായതാണ്. ഈ എമ്പുരാനിലും കാണിച്ചതിന് ഒരുപാട് നന്ദി. ആന്റണി ചേട്ടനോട് നന്ദി, ഗോകുലം ഗോപാലൻ ചേട്ടനെയും മുരളി ഗോപി ചേട്ടനോടും നന്ദി, ഒരുപാട് നന്ദി.